ടോപ്പ് 10 മോർണിംഗ് ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ആശങ്ക വേണ്ട, ജാഗ്രത മതി. ദരാ കൊടുങ്കാറ്റിനെ സൂക്ഷിക്കണമെന്നും ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും UK-യിൽ ദശലക്ഷക്കണക്കിന് പൗരന്മാർക്ക് അടിയന്തര മുന്നറിയിപ്പ് നൽകിയ അധികൃതർ. ദയവായി ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണം. വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് നിരത്തിലേക്ക് ഇറങ്ങരുത്. വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുക. നിലവിൽ മണിക്കൂറിൽ 91 മൈൽ വരെ വേഗതയിൽ ദരാക്ക് വീശുന്നതിനാൽ വെയിൽസിന്റെ ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലുമുള്ള ജനങ്ങൾക്ക് വീടുകളിൽ തന്നെ തുടരാനും സർക്കാർ മൊബൈലിലൂടെ അടിയന്തര മുന്നറിയിപ്പ് നൽകി. ഇന്ന് പുലർച്ചെ 3 മണി മുതൽ 11 മണി വരെ പടിഞ്ഞാറൻ തെക്കൻ വെയിൽസ്, ബ്രിസ്റ്റോൾ, ചാനൽ തീരം എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. നിരത്തിൽ വാഹനം ഓടിക്കുന്നതിനും വിലക്കുണ്ട്. ദരാക്ക് കൊടുങ്കാറ്റ് ഭീതിയിൽ റെഡ് അലർട്ടിനെ തുടർന്ന് UK-യിലെ ടാപ്പ് വെള്ളത്തിന്റെ സുരക്ഷ പ്രതിസന്ധിയിലേക്ക് അയക്കാമെന്ന് ആശങ്കയുയരുന്നു. ജലവിതരണത്തിൽ മാലിന്യം കലരാൻ സാധ്യതയുണ്ടെന്നും കമ്പനികൾ ആശങ്കപ്പെടുന്നു. കുടിവെള്ളത്തിൽ രാസവസ്തു സാന്നിധ്യം പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന എല്ലാ ലബോറട്ടറികളും കൊടുങ്കാറ്റ് ഭീതിയിൽ അടച്ചുപൂട്ടിയതിനാൽ ജലകമ്പനികൾക്ക് ശുദ്ധീകരണത്തിനുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതോടെയാണ് UK-യിലെ ടാപ്പ് വെള്ളത്തിന്റെ സുരക്ഷ പ്രതിസന്ധിയിൽ അയക്കാമെന്ന് കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയത്. കമ്പനികൾക്ക് ജലവിതരണത്തിൽ മലിനീകരണം തടയാൻ കഴിയാത്ത പക്ഷം അത് കടുത്ത ആരോഗ്യ പ്രശ്നത്തിനും ഇടയാക്കും. മുൻപ് വിതരണം ചെയ്ത ജലത്തിൽ ക്രിപ്റ്റോസ്പോഡിയം പാരസൈറ്റിന്റെ സാന്നിധ്യത്തെ തുടർന്ന് ഡവോണിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിലെ വൈദ്യുതി നിരക്ക് വർധനവ് സാധാരണക്കാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന വാദവുമായി വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി രംഗത്തെത്തുന്നു. 200 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് മാത്രമാകും 16 പൈസയുടെ വർധനവ്. 1000 വാട്ട്സ് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപഭോഗമുള്ള BPL ഗാർഹിക ഉപഭോക്താക്കൾക്കും നിരക്ക് വർദ്ധിക്കില്ല. 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായികൾക്ക് നിരക്ക് 10% കുറയും. ഇവർക്ക് ഫിക്സഡ് ചാർജിലും വർധനവുണ്ടാകില്ല. പകൽ 10% ഇളവ് വരുന്നതിലൂടെ വ്യവസായങ്ങളുടെ ബില്ല് കുറയുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ കണക്കുകൂട്ടൽ. 97 കോളനിയിൽ സംസ്ഥാനത്ത് ഇനി വൈദ്യുതി എത്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ അല്പം നിരക്ക് വർധന വരുത്തിയാൽ മാത്രമേ സാധിക്കൂ എന്നാണ് മന്ത്രിയുടെ നിലപാട്. യൂണിറ്റിന് ശരാശരി 16 പൈസയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഡിസംബർ 5 മുതൽ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. സർക്കാർ നിലപാട് ശരിവെച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ച നിലയിൽ കാണപ്പെട്ട കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റേത് തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ പരിക്കുകളില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും PP ദിവ്യയ്ക്കും കൂട്ടർക്കുമെതിരെയുള്ള മനഃപൂർവ്വമുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും. കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണിച്ചപ്പോൾ നവീൻ ബാബു ജീവനൊടുക്കിയതല്ലെന്ന നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടത്. തലയോട്ടിക്ക് പരിക്കില്ലെന്നും വാരിയെല്ലുകൾക്ക് ക്ഷതമില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ഇടത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 3 മാസം മുമ്പ് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വിവാഹം. ഒടുവിൽ നവവധുവിനെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്തെ പാലോട് ഇടിഞ്ഞാർ കുളച്ചൽ കൊന്നമോട് കാണി സെറ്റിൽമെന്റിൽ ഇന്ദുജയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് ഇന്ദുജയുടെ പിതാവ് ശശിധരൻ കാണി പാലോട് പോലീസിന് നൽകിയ പരാതിയിലാണ് ഭർത്താവ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം ആദ്യമേ രംഗത്തെത്തിയിരുന്നു. അഭിജിത്തിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ഇളവട്ടത്തുള്ള ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ ബെഡ്റൂമിലെ ജനലിൽ ഇന്ദുജ എന്ന 22-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. ഇന്ദുജ സ്വകാര്യ ലാബിലെ ജീവനക്കാരിയും അഭിജിത്ത് സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനുമാണ്. ശബരിമലയിൽ ദർശനത്തിന് വൻ തിരക്ക് അനുഭവപ്പെടുന്നു. വലിയ നടപ്പന്തലിലെ 6 നിരയിലും തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തിങ്ങി നിറഞ്ഞു. രാവിലെ 8 മണിക്ക് ശരംകുത്തിയിലേക്കും അപ്പുറത്തും ക്യൂ നീണ്ടു. ഇന്നലെ രാത്രി ഹരിവരാസനപ്പാടി നടയടച്ച സമയത്ത് 10,000-ലധികം പേർ 18-ാം പടിക്കാരുള്ള ക്യൂവിലുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഇന്ന് പുലർച്ചെയാണ് ദർശനത്തിനുള്ള അവസരം ലഭിച്ചത്. വടക്കേ നടയിലും ദർശനത്തിന് നീണ്ട നിരയാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ദർശനത്തിനെത്തിയ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. രാത്രി 11-ന് ഹരിവരാസനപ്പാടി നടയടച്ചപ്പോഴേക്കും ഭക്തരുടെ നിര മരക്കൂട്ടം നീണ്ടു. രാത്രി 10 മണിയുടെ കണക്കനുസരിച്ച് 84,762 പേർ ദർശനം നടത്തി. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ചുമതലയേറ്റ പുതിയ പോലീസ് സംഘത്തിന്റെ അംഗബലവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പമ്പ, നിലയ്ക്കൽ ചെയിൻ സർവീസ് ബസ്സുകളിലും കനത്ത തിരക്കാണ്. അമേരിക്കയിലെ 1-ാം നമ്പർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി CEO ബ്രയൻ തോംസൺ കൊല്ലപ്പെട്ടു. അക്രമിക്ക് പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. യുണൈറ്റഡ് ഹെൽത്ത് കെയർ CEO ബ്രയൻ തോംസണാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ യുണൈറ്റഡ് ഹെൽത്ത് കെയറിന്റെ വാർഷിക നിക്ഷേപ സമ്മേളനം നടക്കുന്ന മൻഹാട്ടനിലെ ഹോട്ടലിലേക്ക് പോകുകയായിരുന്നു 50-കാരനായ ബ്രയൻ. ഈ സമയം അജ്ഞാതൻ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണം ആസൂത്രിതമാണെന്നും പ്രതിക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണെന്നും ന്യൂയോർക്ക് പോലീസ് അറിയിച്ചു. ബ്രയൻ തോംസൺ നയിക്കുന്ന യുണൈറ്റഡ് ഹെൽത്ത് കെയർ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പിന്റെ നിക്ഷേപ ദിനത്തോടനുബന്ധിച്ചാണ് ഹിൽട്ടൺ ഹോട്ടലിൽ ബ്രയൻ എത്തിയത്. യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പിൽ ഇൻസൈഡർ ട്രേഡിംഗ് നടത്തിയതിന്റെ പേരിൽ ബ്രയൻ തോംസൺ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം നേരിട്ടു വരികയായിരുന്നു. തന്റെ വിശ്വസ്തനായ പീറ്റ് ഹെഗ്സേത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുത്ത് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ഡിഫൻസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് താൻ തിരഞ്ഞെടുത്ത പീറ്റ് ഹെഗ്സേതിനെ പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ട്രംപ് നിലപാട് വ്യക്തമാക്കുന്നു.
ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നേരിടുന്ന 44-കാരനായ ഹെക്സേത്തിനെ ഒഴിവാക്കണമെന്ന ആവശ്യങ്ങൾ തള്ളിയ ട്രംപ് അതിശയമുള്ള മികവുള്ള അനന്തമായ ഊർജ്ജമുള്ള ഡിഫൻസ് സെക്രട്ടറി ആയിരിക്കും പീറ്റ് എന്നും വ്യക്തമാക്കി. അമിതമായ മദ്യപാനം, സാമ്പത്തിക ദുർവ്യയം തുടങ്ങിയ ആരോപണങ്ങളും ഹെക്സേത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഹെക്സേത്തിന്റെ നിയമനത്തിന് സെനറ്റ് അംഗീകാരമാണ് വെല്ലുവിളി. 4 റിപ്പബ്ലിക്കൻ സെനറ്റർമാരെങ്കിലും എതിർത്ത് വോട്ട് ചെയ്താൽ ഹെക്സേത്ത് പുറത്താകും. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.